ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായിട്ടോ ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കുറേ തിരക്കുകളിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഒഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. നല്ല രുചിയുള്ള ഒരു ഒഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഒരു കഷ്ണം മത്തങ്ങ എടുക്കാം, 2 തക്കാളി എടുക്കാം, ഒരു 5-8 പച്ചമുളക് കൊടുക്കാം. പച്ചമുളകാണ് നമ്മുടെ കറിക്ക് രുചി കൊടുക്കുന്ന ഒരു മെയിൻ ഐറ്റം കേട്ടോ. അപ്പോൾ നല്ല പച്ചമുളക് ഇട്ടോ. ഇപ്പോൾ കാന്താരി മുളകോ നമ്മുടെ വീട്ടിലുണ്ടാവണ മറ്റുള്ള മുളകോ ഏതായാലും മുളക് 2ആയിട്ട് കീറിയിട്ട് അതിലിടാം. കണ്ട എന്താ ഭംഗിയില്ലേ നമ്മുടെ പച്ചക്കറികളൊക്കെ കാണാൻ. നമ്മുടെ മത്തങ്ങയും പച്ചമുളകും തക്കാളിയൊക്കെ ഇരിക്കണ കാണുമ്പോൾ തന്നെ ഹാ എന്തായാലും രസം. അപ്പോൾ നമുക്കിനി ഇതൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് കറി വയ്ക്കണ്ടേ. അപ്പോൾ നോക്കിയപ്പോൾ വേപ്പിലില്ല. അപ്പോൾ ഞാൻ കുറച്ച് വേപ്പിലെടുക്കാനായിട്ട് പോയിട്ടാണ്. അപ്പോൾ വേപ്പിലെടുത്ത്, വേപ്പില മുകളിൽ നിൽക്കുന്ന വേപ്പിലയൊക്കെ എടുക്കാൻ വലിയ പാടായതുകൊണ്ട് താഴത്തുള്ള തെയ്യുമെന്ന് ഞാൻ ഓരോ തണ്ടായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് മെയിനായിട്ട് നമ്മുടെ വേപ്പിലല്ലേ വേണ്ടത്. ഞാനാണെങ്കിൽ വേപ്പില ഒരുപാട് ഇടും കേട്ടോ. ഇവിടെ വേപ്പില ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അങ്ങനെ വേപ്പിലൊക്കെ പറിച്ചു. വേപ്പിലൊക്കെ പറിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ പ്ലാവുമ്മ ചക്കയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു 3-4 പ്ലാവുണ്ട്. അതിൽ 2 പ്ലാവുമ്മ ചക്കയൊക്കെ ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വൃശ്ചിക മാസം അവസാനം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇടയിലേക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് നമ്മൾ കറി വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, പച്ചമുളകും കീറി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളിയും മത്തങ്ങയും അതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളിയും കൂടിയും നന്നായിട്ട് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ഈ കറിയിൽ പരിപ്പൊന്നും ഇടണില്ല കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ കറി നല്ല ഭംഗിയായിട്ട് സുന്ദരമായിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ ആവശ്യത്തിന്, എല്ലാവരുടെയും ആവശ്യത്തിന്, ഓരോരുത്തർക്ക് പല എരിവാണല്ലോ, അതനുസരിച്ചുള്ള മുളക് പൊടി ഇടുക. പിന്നെ പാകത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റവ് കത്തിച്ച് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കറി അവിടെ ഇരുന്ന് വേവണ നേരം കൊണ്ട് നമുക്ക് ഒരു മുറി നാളികേരം, ഒരു 2 ചുവന്നുള്ളിയും, കുറച്ച് വേപ്പിലും, പിന്നെ ഒരു നുള്ളു ജീരകം. ഞാൻ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ. അത് കാണിക്കാൻ മറന്നു പോയതാണ്. ആ ജീരകം കൂടിയിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക. അപ്പോൾ ആ നാളികേരം അരക്കിനരക്ക് വേണ്ടത് ഒരു നുള്ളു പഞ്ചസാരയും ഒരു നുള്ളു ജീരകം കൂടി ഞാൻ അരപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വന്ന് നല്ല വറ്റി, വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നു. അപ്പോൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല രുചിയാണ് ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ. ഇതുപോലെ തന്നെ വെച്ച് നിങ്ങൾ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. മത്തങ്ങ നല്ല പച്ച മത്തങ്ങയാണ്. പച്ച മത്തങ്ങയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ശരിക്കും പച്ചമത്തങ്ങയുടെ തൊലിയൊന്നും കളയാറില്ല. എന്നുവെച്ചാൽ മൂക്കാത്ത മത്തങ്ങയാണ്. പക്ഷേ എന്താ പറയുക, ചില ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് കളഞ്ഞത്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് നമ്മുടെ കറി അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ ഒരു വറവ് കൊടുക്കാം. അതിനൊരു കുഞ്ഞ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോഴത്തേക്കും കറി നല്ല അടിപൊളിയായിട്ട് തിളച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ. വെള്ളമൊക്കെ ഇങ്ങനെ കുറുന്നനെ തന്നെ ഇരിക്കണം. അപ്പോഴാണ് ആ ഒരു രുചി കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും മുളകും കൂടി ഒറ്റയ്ക്ക് അങ്ങോട്ട് വറുത്തെടുക്കുക. അത് വറുത്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലിടുക. നമ്മുടെ സൂപ്പർ കറിയുടെ റെഡിയായി. നല്ലൊരു ഒഴിച്ചുകൂട്ടാനാണ് കേട്ടോ. അടിപൊളി രുചിയുള്ള ഒരു ഒഴിച്ചുകൂട്ടാനാണ്. എല്ലാവരും ഈ കറി ഒന്ന് വെക്കണം. എല്ലാവരും വെക്കുന്നതായിരിക്കാം. എന്നാലും ഇതുപോലെ
ഇതുപോലെ തന്നെ വെച്ച് നോക്കണം. എന്താ വെച്ചാൽ ഈ കറിക്ക് നമ്മൾ നാളികേരം അരയ്ക്കുന്നതോടൊപ്പം അതിൽ ഒരല്പം എത്ര കറിയാണ് എടുക്കുന്നത് വെച്ചാൽ അതുപോലെ നമുക്ക് കുറച്ച് പഞ്ചസാരയും ജീരകവും ചുവന്നുള്ളിയും വേപ്പിലും കൂടി ഇട്ട് നമ്മൾ നാളികേരം വെണ്ണ പോലെ തന്നെ അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. ആ അരപ്പിലാണ് ഈ കറിയുടെ റെഡി ആയിട്ടുള്ള രുചി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഇടണം, അതും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഈ കറി നിർബന്ധമായിട്ട് വെച്ച് നോക്കണം. വെച്ച് നോക്കിയാൽ മാത്രമാണ് ഇതിൻ്റെ രുചി അറിയുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഈ കറി വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കോ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.